വേനൽ കനത്തതോടെ എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. കുന്നുകര, ചെങ്ങമനാട് പഞ്ചായത്തുകളിൽ ചിക്കൻ ഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കുന്നുകര പഞ്ചായത്തിലാണ് കൂടുതൽ രോഗബാധിതർ. 6 പേരിലാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 18 പേർ സംശയത്തിലുമാണ്. എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. ഇതുവരെ 9 പേർക്ക് രോഗബാധ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. കൂടാതെ 19 പേരിൽ രോഗസാധ്യത സംശയിക്കുന്നുണ്ട്. കുന്നുകര പഞ്ചായത്തിലാണ് കൂടുതൽ രോഗബാധിതർ. 6 പേരിലാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 18 പേർ സംശയത്തിലുമാണ്. ചെങ്ങമനാട് പഞ്ചായത്തിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തിയപ്പോൾ 3 പേർ നിരീക്ഷണത്തിലാണ്. രോഗബാധിത പ്രദേശങ്ങളിൽ പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പെട്ടെന്നുള്ള കഠിനമായ പനി, സന്ധികളിൽ പ്രത്യേകിച്ച് കൈകൾ, കണങ്കാലുകൾ, കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ വീക്കം, അതികഠിനമായ വേദന, പേശിവേദന, തലവേദന, ക്ഷീണം, ചില ആളുകളിൽ ചർമ്മത്തിൽ തടിപ്പ് എന്നിവയാണ് ചിക്കൻ ഗുനിയയുടെ രോഗലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കരുത്. പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുക് വലയ്ക്കുള്ളിൽ ആയിരിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും വേണം. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് ഈജിപ്തി, ആൽപോപിക്സ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ഉറവിട നശീകരണവും കൊതുക് കടിയിൽ നിന്ന് സംരക്ഷണം തേടുന്നതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ്. ഈഡിസ് കൊതുക് ഒരു സമയം 100-200 മുട്ടകൾ വരെ ഇടും. അതിൻ്റെ ജീവിതകാലത്ത് 500 മുതൽ 1000 മുട്ട വരെ ഇടാം. ഈ മുട്ടകൾ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. മുട്ടയിട്ട് വയ്ക്കുന്ന പ്രതലത്തിൽ വെള്ളം ലഭിച്ചാൽ ഒരാഴ്ച കൊണ്ട് കൊതുകായി മാറും. വൈറസ് ബാധതയുള്ള കൊതുകിൻ്റെ മുട്ടയിലും വൈറസ് ഉണ്ടാകും. മനുഷ്യവാസസ്ഥലത്തോട് ചേർന്നാണ് ഈ കൊതുകുകൾ കൂടുതലായും കാണുന്നത്. അതിനാൽ വീടിനുള്ളിലും പരിസരത്തും കൊതുക് മുട്ടയിട്ട് പെരുകാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. മീഡിയ ടൈം, കൊച്ചി.